Hello, database management system and RDBMS. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പോസ്റ്റ്ഗ്രസ് ഡാറ്റ ടൈപ്സ്, വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്. അപ്പോൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോഗ്രാമിംഗ് വിത്ത് സ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്തൊക്കെയാണ് ഒരു പ്രോഗ്രാമിംഗ് സ്കിൽ, അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, അഡ്വാൻറ്റേജസ് പറഞ്ഞു, ആൻഡ് അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു, ചെറിയ ചെറിയ എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ ഈ പോസ്റ്റ്ഗ്രസ് സ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, അതേപോലെ വേരിയബിൾസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ, ദെൻ കോൺസ്റ്റൻസ് എന്തൊക്കെയാണെന്നുള്ളതും അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് ഇനി ഈ മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ ക്ലാസ് കാണണമെങ്കിൽ സജഷനിൽ കാണിക്കും എന്താണ് ഈ പോസ്റ്റ്ഗ്രസ് SQL മീൻ ചെയ്യുന്നതും അതിന്റെ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ ഈ വീഡിയോ തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കാണാം. അത് ഞാൻ ഈ കമന്റ് ബോക്സിൽ വെക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ്ഗ്രസ് SQL ഡാറ്റ ടൈപ്സ് ആണ്. ഇപ്പോൾ ഡാറ്റ ടൈപ്സ് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആണ് ആ വേർഡ് ആയിട്ടല്ലേ. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ഡാറ്റയുടെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൾറെഡി സിയിലും ഒക്കെ പഠിച്ചതുകൊണ്ട് ഫെമിലിയർ ആണ് സാധാരണമായിട്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് ഡാറ്റ ടൈപ്സ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ടൈപ്പ് ഡാറ്റയാണ് ഇപ്പോൾ സിയിൽ ഇൻഡിജർ, ഫ്ലോട്ട്, ഡബിൾ അങ്ങനെ കുറെ ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പോസ്റ്റ്ഗ്രസ് SQL ഏതൊക്കെയാണ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. So there are different types of data types supported by PostgreSQL. There are first one Boolean. Boolean എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. Boolean എന്ന yes or no ടൈപ്പ് ആണ്, ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് ആണ് Boolean ഡാറ്റ ടൈപ്പ് എന്ന് ഡീറ്റെയിൽ നമുക്ക് പറയാം. Then character type such as char, varchar and text. ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആണ് അല്ലെ, ക്യാരക്ടർ ആയിട്ട് varchar നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. DBMS-ൽ തന്നെ നമ്മൾ ഡാറ്റ ടൈപ്പ് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ SQL പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ക്യാരക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. ഡിഫറൻസും ഏകദേശം പഠിച്ചിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ടൈപ്പാണ് ന്യൂമറിക് ടൈപ്പ് സച്ച് ആസ് ഇന്റിജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഇന്റിജറും ഫ്ലോട്ടിംഗ് പോയിന്റ് ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സാമ്പിൾ എടുക്കാൻ പറയാം എന്താണെന്നുള്ളത്. ദെൻ ടെമ്പറൽ ടൈപ്പ് പേര് എഴുതുന്നുണ്ടോ എന്ന് വിചാരിക്കേണ്ട. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡേറ്റ്, ടൈം സ്റ്റാമ്പ് ആൻഡ് ഇന്റർവൽസ് ഇത്രയാണ്. പേരിൽ ഡേറ്റ് ടൈം എന്തായിരിക്കും എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത്രയാണ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്. ഇനി നമുക്ക് ഓരോ ഡാറ്റ ടൈപ്സും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം പറയുന്നത് ബൂളിയൻ. സോ ബൂളിയൻ എന്താണെന്നുള്ളത് ഒരു ധാരണ കിട്ടില്ലേ. ബൂളിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് വരുന്ന ഡാറ്റക്ക് എന്താ പറയുക, ബൂളിയൻ ഡാറ്റ ടൈപ്സ്. ബൂളിയൻ ഡാറ്റ ടൈപ്സ് ക്യാൻ ഹോൾഡ് വൺ ഓഫ് ത്രീ പോസിബിൾ വാല്യൂസ്. മൂന്ന് പോസിബിൾ വാല്യൂസ് ഉണ്ട്, രണ്ടെണ്ണം നമുക്ക് ഓൾറെഡി അറിയാം, ട്രൂ, ഫാൾസ്, ദെൻ നൾ. നമ്മളൊരു വാല്യൂ ഇനീഷ്യലി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, നള്ളായിരിക്കും. അപ്പൊ ബൂളിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ, ഫാൾസ് ഓർ നൾ, ത്രീ പോസിബിലിറ്റീസ് ആണ്. യു യൂസ് ബൂളിയൻ ഓർ ബൂൾ കീവേഡ്. ഇപ്പോൾ രണ്ട് കീവേഡ് നമുക്ക് ഉപയോഗിക്കാം. PostgreSQL ഒരു ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ബൂളിയൻ ആണെങ്കിൽ ബൂളിയൻ മുഴുവനായിട്ട് എഴുതാം, അല്ലെങ്കിൽ BOOL എന്ന് എഴുതിയാലും അത് ഡിക്ലറേഷൻ വേണ്ടി യൂസ് ചെയ്യാം. നമുക്ക് ഡിക്ലറേഷൻ എന്താ നിങ്ങൾക്ക് അറിയാം. When you insert a data into Boolean column, PostgreSQL convert into a Boolean value. അപ്പോൾ Boolean ആണ് നിങ്ങൾ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്തത്. അതിൽ നിങ്ങൾ ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ Postgres എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ആ വാല്യൂനെ കൺവേർട്ട് ചെയ്യും. അതായത് എക്സാമ്പിൾ പറയാം, നിങ്ങൾ 1 എന്ന് ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ yes എന്ന് ടൈപ്പ് ചെയ്തു, y എന്ന് ടൈപ്പ് ചെയ്തു, t എന്ന് ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ true എന്ന് ടൈപ്പ് ചെയ്തു, ഇതെല്ലാം കൺവേർട്ടിംഗ് ടു ട്രൂ ആണ് അല്ലെ. 1 എന്ന് നമുക്കറിയാം അതേപോലെ yes, y എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ട്രൂ ആണ് മീൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ 1, yes, y, t, true എന്നൊക്കെ ടൈപ്പ് ചെയ്താൽ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ട്രൂ എന്നുള്ള വാല്യൂ ആയിട്ടാണ് ഈ ബൂളിയൻ ഡാറ്റ ടൈപ്പ് എടുക്കുക. അതേപോലെ 0, no, ഫാൾസ്, f എന്നൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ അതെല്ലാം കൺവേർട്ട് ചെയ്ത് എന്താക്കും, ഫാൾസ് എന്നുള്ള ഇൻപുട്ട് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ രണ്ട് വാല്യൂസ് ഓൾറെഡി ഇതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന എന്ത് ചെയ്യും, പോസ്റ്റ്ഗ്രസ് കൺവേർട്ട് ചെയ്തിട്ട് ട്രൂ ഓർ ഫാൾസ് ആക്കിയിട്ട് മാറ്റും. 1 yes, y ഒക്കെ ട്രൂ ആക്കും, 0, no, ഫാൾസിനൊക്കെ എന്താക്കും, ഫാൾസ് എന്നുള്ള വാല്യൂയിലേക്ക് മാറ്റും. Then when you select the data type from Boolean column, Postgres will convert the value back, example t to true, f to false and space. ഇപ്പോൾ നേരത്തെ ടൈപ്പിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. 1 yes ഒക്കെ ടൈപ്പ് ചെയ്താൽ ട്രൂ ആക്കുന്നെങ്കിൽ നിങ്ങളൊരു Boolean ഡാറ്റ ടൈപ്പ് റീഡ് ചെയ്യുകയാണെങ്കിൽ അത് t ആണ് ടൈപ്പ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് റീഡ് ചെയ്തിപ്പോൾ എന്തായി മാറും, ട്രൂ എന്നായിട്ട് മാറും. അല്ലെങ്കിൽ f ആണെങ്കിൽ എന്തായി മാറും, ഫാൾസ് എന്നായിട്ട് മാറും. നേരത്തെ ചെയ്തതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇത്രയാണ് Boolean ഡാറ്റ ടൈപ്പ് ഡിസ്ക്രിപ്ഷൻ. ഈസിയാണ് ഡിക്ലറേഷൻ നമുക്ക് പറയാം, വയ്യപ്പെടാം. രണ്ടാമത് ക്യാരക്ടേഴ്സ്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് നിങ്ങൾ ഫെമിലിയറാണ്. എന്താണ് ക്യാരക്ടറും വാർക്കാറും ഒക്കെ നിങ്ങൾ ഓൾറെഡി SQL നിന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. PostgreSQL provide 3 character data types: char (n), just char n, then varchar n.
ഈ രണ്ടും ഓൾറെഡി നമ്മൾ SQL പറഞ്ഞിട്ടുണ്ട് അല്ലെ. ക്യാർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ലെങ്ത് ആണ്, n എത്രയാണോ ഉള്ളത് അത്രയും ലെങ്ത്തിൽ എന്ത് വരും, ക്യാരക്ടേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യാനാണ് ക്യാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ 8 കൊടുത്താൽ n-ന്റെ വാല്യൂ 8 ആണെങ്കിൽ ക്യാറിനെല്ലാം ഡിസ്കസ് ചെയ്താൽ അവിടെ ഞാൻ 3 വാല്യൂ BC എന്നുള്ള 3 ടൈപ്പ് ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ബാക്കിയുള്ള 5 പൊസിഷനിൽ എന്ത് ചെയ്യും, അത് പാഡ് ചെയ്തിട്ട് വരും, എക്സ്ട്രാ എന്തെങ്കിലും ബിറ്റ്സ് ആഡ് ചെയ്തിട്ട് വരും. അപ്പം ഫിക്സഡ് ആണ് അത്, അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ദെൻ varchar അതുപോലെ ടെക്സ്റ്റും ഓരോന്നും എന്താണെന്ന് നോക്കാം നമുക്ക്. ക്യാരക്ടർ ഇറ്റ് ഈസ് ദ ഫിക്സഡ് ലെങ്ത് ക്യാരക്ടർ വിത്ത് സ്പേസ് പാഡഡ്. അത് ഫിക്സഡ് ലെങ്ത് ആണ്. ആ n എത്രയാണുള്ളത് അത്രയും ലെങ്ത്തിൽ അത് എന്തായാലും വരും. ഇപ്പം n-ന്റെ വാല്യൂ 8 കൊടുത്തിട്ട് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നത് 3 ക്യാരക്ടേഴ്സ് ഉള്ളെങ്കിൽ പോലും അത് ബാക്കിയുള്ള സ്പേസ്, ബാക്കിയുള്ള 5 സ്പേസ് ഉണ്ട് അല്ലെ, 3-5 സ്പേസ് ഉണ്ട്, അത് എക്സ്ട്രാ ബ്ലാങ്ക് സ്പേസ് ആയിട്ട് പാഡ് ചെയ്തിട്ട് വേണം. അപ്പോൾ ഫിക്സഡ് ആണ്, 8 ലെങ്ത്തിൽ തന്നെ എന്തുള്ളൂ ആ ക്യാരക്ടർ എടുക്കുള്ളൂ. If you insert a string that is shorter than the length of the column, Postgres will pad spaces. ഷോർട്ടർ ആണ് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് n-നെക്കാട്ടിലും ഷോർട്ടർ ആണ് ഇൻപുട്ട് എങ്കിൽ അത് ജസ്റ്റ് സ്പേസ് ആഡ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ n-നെക്കാട്ടിലും വലിയൊരു വാല്യൂ ഇതിലേക്ക് അസൈൻ ചെയ്യാൻ നോക്കിയാൽ അതൊരു എറർ കാണിക്കും. അപ്പം ക്യാരക്ടറിന്റെ ബ്രാക്കറ്റിൽ n-ന് പകരം 8 കൊടുത്തിട്ട് 10 ലെങ്ത് ഉള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടറിനെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് എറർ കാണിക്കും. അപ്പം ചെറുതാണെങ്കിൽ അതിൽ എക്സ്ട്രാ സ്പേസ് ആഡ് ചെയ്തിട്ട് പാഡ് ചെയ്തിട്ട് 8 ബിറ്റ് ആക്കിയിട്ട് കൊടുക്കും. വലുത് നിങ്ങൾ കൊടുത്താൽ എന്ത് ചെയ്യും, അത് എറർ ആയിട്ട്. രണ്ടാമത്തത് varchar ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള സാധനം. വാരിയബിൾ ലെങ്ത് ക്യാപിറ്റൽ സിങ്ക് ആണ്. varchar-ന്റെ വാല്യൂ n കൊടുത്താൽ നിങ്ങൾ അപ് ടു n വരെ ഏത് വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, n-ന്റെ വാല്യൂ എത്രയാണോ അത്രയും വരെ നിങ്ങൾക്ക് ഏത് ക്യാരക്ടേഴ്സും കൊടുക്കാൻ പറ്റും. ഇവിടെ എക്സ്ട്രാ സ്പേസ് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു പാഡ് ചെയ്യില്ല, സ്പേസ് പാഡ് ചെയ്യില്ല. അതേപോലെ അതിനെക്കാട്ടിലും വലിയത് n-നെക്കാട്ടിലും വലിയത് കൊടുത്താൽ എറർ കാണിക്കുകയും ചെയ്യും. അപ്പം varchar-ലും ക്യാറിലും ചെറിയ ഡിഫറൻസ് ആണ്. ക്യാറിൽ ഫിക്സഡ് ആണ്, നിങ്ങൾ n ലെങ്ത് കൊടുത്താൽ n-നെക്കാട്ടും ചെറിയ എലമെന്റ് ടൈപ്പ് ചെയ്താൽ അത് സ്പേസ് പാഡ് ചെയ്ത് കൊടുക്കും. varchar-ൽ n കൊടുത്താൽ n വരെയുള്ള ഏത് വാല്യൂ കൊടുത്താലും കുഴപ്പമില്ല, അവിടെ എക്സ്ട്രാ സ്പേസ് പാഡ് ചെയ്യുന്നില്ല. പകരം രണ്ടിലും ഒരു പ്രോബ്ലം, n-നെക്കാട്ടും വലിയൊരു ഇൻപുട്ടുകൾ കൊടുത്താൽ അത് എറർ കാണിക്കും. So PostgreSQL does not pad spaces when the store string is shorter than the length of the column. varchar-ൽ എക്സ്ട്രാ സ്പേസ് നമ്മൾ എന്ത് ചെയ്യില്ല, പാഡ് ചെയ്തിട്ട് കൊടുക്കില്ല. Then text is a variable length character string ആണ്. അഗൈൻ varchar പോലെ തന്നെയാണ്, ഏകദേശം വേരിയബിൾ ലെങ്ത് ആണ്. അതായത് എക്സ്ട്രാ സ്പേസ് നമ്മൾ വെറുതെ പാഡ് ചെയ്ത് വിടില്ല, ഫിക്സഡ് ആക്കി വിടില്ല. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് varchar ഉള്ളത്, തിയറിറ്റിക്കലി ടെക്സ്റ്റ് ഡാറ്റ ഈസ് എ ക്യാരക്ടർ സ്ട്രിംഗ് വിത്ത് അൺലിമിറ്റഡ് ലെങ്ത് ആണ്. varchar ബ്രാക്കറ്റിൽ n ഉണ്ട് അല്ലേ, ആ n-ന്റെ സൈസ് എത്രയാണോ അതുവരെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് varchar പോലെ തന്നെയാണ്, വേരിയബിൾ ക്യാരക്ടർ ലെങ്ത് ആണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ ടെക്സ്റ്റിന് ലിമിറ്റ് ഇല്ല, നിങ്ങൾക്ക് അൺലിമിറ്റഡ് ലെങ്ത് സ്ട്രിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ക്യാരക്ടർ ടൈപ്പിൽ 3 ക്യാരനും varchar-ഉം ടെക്സ്റ്റും ഡിഫറൻസ് കൊടുത്തു. ദെൻ മൂന്നാമത്തെ ഡാറ്റ ടൈപ്പാണ് ന്യൂമറിക്. ന്യൂമറിക് എന്തായിരിക്കും, നമ്പേഴ്സ് ആയിട്ടുള്ളതായിരിക്കും. സോ Postgres പ്രൊവൈഡ് 2 ഡിസ്റ്റിങ്ക്ട് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്. 2 ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, ഒന്ന് ഇന്റിജർ, രണ്ടാമത്തത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഇന്റിജർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ട് ഒന്നും ഇല്ലാത്ത നമ്പറാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വിത്ത് ഫ്രാക്ഷണൽ പാർട്ടാണ്. ആദ്യം നമുക്ക് ഇന്റിജർ നോക്കാം. There are 3 kind of integer in PostgreSQL. 3 ടൈപ്പിലാണ് ഇന്റിജർ വാല്യൂസ് വരുന്നത്. ഒന്ന് അതിന്റെ സൈസ് വാല്യൂ ചെയ്യുന്നു, അത്രേ മാത്രമേ ഉള്ളൂ. സ്മോൾ ഇന്റ്, ഇന്റിജർ ആൻഡ് സീരിയൽ. നിങ്ങൾ സ്മോൾ ഇൻറ്റും ഇന്റിജറും സീരിയൽ, അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റും ഇന്റിജറും എടുക്കുക. അതിൽ ആകെ ഡിഫറൻസ് എന്താണുള്ളത്, ഒന്ന് 2 ബൈറ്റ് ലെങ്ത് ആണ് സ്മോൾ ഇന്റിജർ, മറ്റത് 4 ബൈറ്റ് ലെങ്ത് ആണ് അല്ലേ. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ അതിന്റെ സൈസ് കുറച്ച് കൂടും. ദെൻ വേറൊന്നാണ് സീരിയൽ എന്നുള്ളത്, അത് കുറച്ച് വ്യത്യാസമുണ്ട്. സീരിയൽ is the same as integer except that the PostgreSQL will automatically generate and populated values into the serial column. This is similar to auto increment column in MySQL or auto increment column in SQLite. സീരിയലിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യും നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ് അനുസരിച്ച്. അപ്പോൾ 1 കഴിഞ്ഞാൽ 2 ഓട്ടോമാറ്റിക്കലി വരും, 2 കഴിഞ്ഞാൽ 3 ഓട്ടോമാറ്റിക്കലി വരും. അവിടെ നമ്മൾ എക്സ്ട്രാ വാല്യൂ കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, ഈ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്ത് പോകും. അപ്പോൾ സ്മോൾ ഇൻറ്റും ഇൻറ്റും തമ്മിലുള്ള വ്യത്യാസം സൈസിലാണ്. സ്മോൾ ഇൻറ്റ് 2 ബൈറ്റ് ആണ്, ഇന്റിജർ 4 ബൈറ്റ് ആണ്. പക്ഷെ സീരിയലിൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. അതിലെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഇൻക്രിമെന്റിനും ഓട്ടോമാറ്റിക് ഡിക്രിമെന്റിനും ഉള്ള ഓപ്ഷൻസ്. ഇതാണ് ന്യൂമറിക് ഡാറ്റ ടൈപ്പിൽ ഇന്റിജറിന്റെ 3. ദെൻ ന്യൂമറിക്കിലെ തന്നെ വേറെ ഒന്നാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. There are 2 main type of floating point numbers. They are float n. Float n നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്.
floating point number whose precision at least n up to a maximum of 8 byte. n വരെയുള്ള ലെങ്ത് നിങ്ങൾക്ക് എത്രയും കൊടുക്കാൻ പറ്റും, പക്ഷെ മാക്സിമം എത്ര വരെ സൈസ് വെച്ചുള്ളൂ, 8 ബൈറ്റ് വരെ സൈസ്. ഓക്കെ, ഫ്ലോട്ടൻ എന്നാണ് അത് ഡാറ്റ ടൈപ്പ് ആണ് കൊടുക്കുക. രണ്ടാമത്തെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ് ന്യൂമറിക്, അല്ലെങ്കിൽ ന്യൂമറിക് ബ്രാക്കറ്റിൽ പി കോമ എസ് എന്നിടും, രണ്ടും ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ എന്താ ഒരു പിയും എസും. പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ്. ഈ നമ്പർ ഉപയോഗിക്കാൻ പോകുന്ന ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട് ടോട്ടൽ എന്നാണ് പി. അതിൽ എസ് മീൻ ചെയ്യുന്നത് പോയിന്റിന് ശേഷം എത്ര, ഡെസിമൽ പോയിന്റിന് ശേഷം നമ്മൾ എത്ര ബിറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിയും എസും. പി ടോട്ടൽ ലെങ്ത് ഓഫ് ഡിജിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എസ് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് നമ്മൾ എത്ര നമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ റിയൽ നമ്പർ വിത്ത് p digits, total p digits with s number after the decimal point. The numeric ps is the exact number. ഓക്കെ, അപ്പം മൂന്ന് ടൈപ്പിലാണ് രണ്ട് ടൈപ്പിലാണ് ഫ്ലോട്ടിംഗ് പോയിന്റ്, ഫ്ലോട്ടും ന്യൂമറിക്കും. ന്യൂമറിക് ആണെങ്കിൽ രണ്ട് ടൈപ്പിൽ ചെയ്താൽ ന്യൂമറിക് മാത്രം ചെയ്താലും കുഴപ്പമില്ല. അതല്ല, ന്യൂമറിക് ബ്രാക്കറ്റിൽ പി കോമ എസ് ചെയ്താൽ. പി തന്നാൽ ടോട്ടൽ ലെങ്ത് ആണ്, എത്ര ബിറ്റ്സ് ഉണ്ട് എന്നുള്ളത്, എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്നുള്ളത്. അതിൽ എസ് മീൻസ് ഈ പോയിന്റ് ശേഷം നമ്മൾ എത്ര ഡിജിറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കും. Then നാലാമത്തെ ഡാറ്റ ടൈപ്പ് ആണ് ടെമ്പറൽ ഡാറ്റ ടൈപ്സ്. The temporal data types allow you to store date and or time data. ഡേറ്റും ടൈമും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന PostgreSQL ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പ് ആണ് ടെമ്പറൽ ഡാറ്റ ടൈപ്സ്. അതിൽ PostgreSQL has 5 main temporal data types. They are date. എന്തായിരിക്കും? Store the dates only. ഡേറ്റ് മാത്രം സ്റ്റോർ ചെയ്യാനാണ് ഡേറ്റ് ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നത്. Time, it store time of the value. ടൈം മാത്രം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പ് ആണ് ടൈം. ദെൻ ടൈം സ്റ്റാമ്പ്. ഡേറ്റിൽ ഡേറ്റ് മാത്രം, ടൈമിൽ ടൈം മാത്രം. ടൈം സ്റ്റാമ്പിൽ ഇറ്റ് സ്റ്റോർ ബോത്ത് ടൈം ആൻഡ് ഡേറ്റ് വാല്യൂസ്. ടൈമും ഡേറ്റും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ടൈം സ്റ്റാമ്പ് എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കുന്നത്. ദെൻ ടൈം സ്റ്റാമ്പ് TZ. ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ഡേറ്റും ടൈം ഉണ്ടാവും, അതിന്റെ കൂടെ ടൈം സ്റ്റാമ്പ് TZ ആണെങ്കിൽ ഏത് ടൈം സോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതും കൂടെ ഉൾക്കൊള്ളിക്കുന്നതാണ് ടൈം സ്റ്റാമ്പ് TZ. ടൈം സ്റ്റാമ്പ് ടൈം സോൺ എന്നൊക്കെ പറയാല്ലേ, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, കാലിഫോർണിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഏത് നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ ബോംബെ, കൊൽക്കത്ത എന്നൊക്കെയാണ് നമ്മൾ ടൈം സോൺ ഉപയോഗിക്കുക അല്ലെ. അപ്പൊ അതാണ് ടൈം സ്റ്റാമ്പ് പ്ലസ് TZ വന്നാലും ചെറിയ വ്യത്യാസം. ഒന്ന് ടൈം സോൺ ഉണ്ട്, മറ്റേ ടൈം സോൺ ഇല്ലാത്ത. Then interval. എന്തായിരിക്കും ഇന്റർവെൽ? ഇറ്റ് സ്റ്റോർ എ പീരീഡ് ഓഫ് ടൈം. ഇപ്പൊ ഇന്ന ദിവസത്തിന്റെ അടുക്കൽ ഇന്ന സമയത്തിന്റെ അടുക്കെന്നുള്ള നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ, രണ്ട് സമയത്തിന്റെ അടുക്കുള്ള പീരീഡ് സ്റ്റോർ ചെയ്യണമെങ്കിൽ, ഡിഫറൻസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ ഇന്റർവെൽ ഡാറ്റ ടൈപ്പ്. ഇപ്പൊ ടോട്ടൽ ടെമ്പറൽ ഡാറ്റ ടൈപ്പിൽ 5 ടൈപ്പ്: ഡേറ്റ്, ടൈം, ടൈം സ്റ്റാമ്പ് TZ ആൻഡ് ഇന്റർവെൽ. ഡേറ്റിൽ ഡേറ്റ് സ്റ്റോർ ചെയ്യും, ടൈമിൽ ടൈം മാത്രം സ്റ്റോർ ചെയ്യും. ടൈം സ്റ്റാമ്പിൽ ടൈമും ഡേറ്റും സ്റ്റോർ ചെയ്യും. ടൈം സ്റ്റാമ്പ് TZ ആകുമ്പോൾ ഡേറ്റ് ടൈം പ്ലസ് അതിന്റെ ടൈം സോൺ ഏതാന്നുള്ളത് സ്റ്റോർ ചെയ്യും. ഇന്റർവെല്ലിൽ ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ സ്റ്റോർ ചെയ്യും. ഇത്രയാണ് ടെമ്പറൽ ഡാറ്റ ടൈപ്പ്. ഇത്രയും 4 ടോട്ടൽ ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് വി ആർ യൂസിങ് PostgreSQL. ദെൻ PostgreSQL അല്ലെങ്കിൽ PLPGSQL നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ് നോക്കാം, അല്ലെങ്കിൽ വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. A PLPGSQL variable is a meaningful name for a memory location. വേരിയബിൾ എന്താണെന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട, സീലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്താണ് വേരിയബിൾ എന്നുള്ളത്. സോ വേരിയബിൾ എന്നാൽ അതിന്റെ വാല്യൂ എന്ത് ചെയ്യും, വാരി ചെയ്തുകൊണ്ടിരിക്കും ത്രൂ ഔട്ട് ദി പ്രോഗ്രാം. നമ്മുടെ സീലൊക്കെ ഉപയോഗിക്കുന്നപ്പോൾ തന്നെയാണ് ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഒരു മീനിങ് നെയിം കൊടുക്കുന്ന ഒരു കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. A variable hold a value that can be changed through the block or function. അപ്പൊ അതിന്റെ വാല്യൂ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം നമുക്ക് അടുത്ത് ചേഞ്ച് ചെയ്യും. അങ്ങനത്തെയാണ് നമ്മൾ പറയാം വേരിയബിൾസ് എന്ന് പറയും. A variable is always associated with a particular data type. ഇപ്പൊ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഏത് ഡാറ്റ ടൈപ്പാണ് കൊടുക്കുന്നത്, ഇൻഡിജർ ആണോ, ഫ്ലോട്ട് ആണോ, നമ്പർ ആണോ, ക്യാർ ആണോ എന്നൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കണം വേരിയബിൾ. Before using variable, you must declare it in the declaration section of the PLPGSQL program. അപ്പം വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം PLPGSQL 2 ഭാഗമുണ്ട്, ഡിക്ലറേഷൻ ഭാഗം പിന്നെ ഒന്ന് ബോഡി ഭാഗം അല്ലെ. ഡിക്ലറേഷൻ ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ഈ വേരിയബിൾസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് അത് എവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ബോഡിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. The following illustrate the syntax of a declaring a variable. എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് നോക്കാം. So variable name
then its data type. ഇനി അതിനെന്തെങ്കിലും വാല്യൂ നമ്മൾ ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അസൈൻമെന്റ് വാല്യൂ ഇട്ടിട്ട് എന്താണോ വാല്യൂ അത് കൊടുക്കുക. വേരിയബിൾ നെയിം, ഡാറ്റ ടൈപ്പ് ആൻഡ് എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ മീൻസ് എന്തെങ്കിലും വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് എക്സ് എന്നുള്ള ഡാറ്റ ഇന്റിജർ ആയിട്ട് സ്റ്റോർ ചെയ്യണം, അതിന് 0 കൊടുക്കണമെങ്കിൽ ഞാൻ എക്സ് എന്ന് എഴുതും, സ്പേസ് ഇടും, ഇന്റിജർ എന്ന് എഴുതും, ദെൻ കോളൻ ഈക്വൽ ടു അസൈൻമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 0. ഈ അവസാനത്തെ ഈ ഭാഗം, ഈ ഈക്വൽ ടു എക്സ്പ്രഷൻ എന്നുള്ള ഈ ഭാഗം ഓപ്ഷണലാണ്. അത് നമ്മൾ ഡിക്ലറേഷനിൽ ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആക്കി നൾ വാല്യൂ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എടുത്തോളൂ ആ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ സിന്റാക്സ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് സ്പെസിഫൈ ദ നെയിം ഓഫ് ദ വേരിയബിൾ. എന്താണ് വേരിയബിൾ നമ്മൾ നെയിം കൊടുക്കാൻ പോകുന്നത് സ്പെസിഫൈ ചെയ്യാം. രണ്ടാമത്തെ ഭാഗം ഇറ്റ് അസോസിയേറ്റ് എ സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് വിത്ത് ദ വേരിയബിൾ. നമ്മൾ എന്ത് ഡാറ്റ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വേരിയബിൾ എന്ത് ഡാറ്റ ടൈപ്പ് ആണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. Then third is optional ആണ്, മൂന്നാമത്തെ ഓപ്ഷൻ ആണ്, അത് അസൈൻ എ ഡിഫോൾട്ട് വാല്യൂ ടു എ വേരിയബിൾ. നമ്മൾ എന്തെങ്കിലും വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഒമിറ്റ് ചെയ്യാം. അങ്ങനെ അത് ഒഴിവാക്കി വിട്ടാൽ അതിന്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് നള്ളായിട്ട് വരും. ഓക്കെ, സോ വേരിയബിൾ, ഡാറ്റ ടൈപ്പ് ആൻഡ് അസൈൻമെന്റ്. വേരിയബിൾ നെയിം കൊടുക്കാം, നിങ്ങൾക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ട് നെയിം കൊടുക്കാം, ഒരു ഡാറ്റ ടൈപ്പ് എന്ത് ഡാറ്റ ടൈപ്പ് ആണ് അത് സ്റ്റോർ ചെയ്യാന്നുള്ളത് കൊടുക്കാം. ദെൻ അസൈൻമെന്റ്, അത് വാല്യൂ ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അത് ഒഴിവാക്കിയാൽ ഡിഫോൾട്ട് ആയിട്ട് അത് എടുക്കും, നൾ വാല്യൂ അത് ആക്സെപ്റ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്, ഡു ഡോളർ സിമ്പിൾസ്, അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം കൊടുക്കുക. ഡിക്ലെയറിനാണ് നമ്മൾ അത് കൊടുക്കുക, എല്ലാ വേരിയബിൾസും കൊടുക്കാം. ഇവിടെ 4 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കാം. ആദ്യം കൗണ്ട് എന്നുള്ള വേരിയബിൾ അത് ഇന്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു, അതിന് വാല്യൂ എന്ത് കൊടുത്തു, 1 കൊടുത്തു. ദെൻ ഫസ്റ്റ് ടൈം എന്നുള്ള വേരിയബിൾ നെയിം വേർകാർ കൊടുത്തു, ജോൺ കൊടുത്തു. അപ്പൊ ഈ വേർകാർ അല്ലെങ്കിൽ ക്യാരക്ടർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്യണം, അതിന്റെ വാല്യൂ അസൈൻ കൊടുക്കുകയാണെങ്കിൽ അത് സിംഗിൾ കോളനിൽ വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി. ഈ ഒരു സിംഗിൾ കോമയിൽ വേണം നിങ്ങൾ ഈ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. സിംഗിൾ കൊട്ടേഷന്റെ അകത്ത് വേണം വേർകാറിന്റെ വാല്യൂസ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി. ലാസ്റ്റ് നെയിം വേർകാർ ആണ്, ടോട്ടൽ സൈസ് 50 ആണ് ഇവിടെ കൊടുത്തത്. ഡു എന്നുള്ളതാണ് ലാസ്റ്റ് ഇതിന്റെ പേര്, അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത്, സോറി അസൈൻ ചെയ്ത വാല്യൂ DOE ആണ്, അത് നിങ്ങൾക്കറിയാം സിംഗിൾ കൊട്ടേഷന്റെ അകത്ത് കൊടുക്കും. വേർകാർ നിങ്ങൾ അസൈൻ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് കൊടുക്കണം, സിംഗിൾ കൊട്ടേഷന്റെ അടുത്ത് വേണം ആ വാല്യൂ കൊടുക്കാൻ വേർകാർ. ദെൻ പേയ്മെന്റ് അത് നമ്പർ ആയിരിക്കും. സോ ന്യൂമറിക്കൽ ഡാറ്റ ഉപയോഗിച്ചു 11 എന്ന് പറഞ്ഞാൽ മാക്സിമം 11 ഡിജിറ്റ്സ് വരെ വരാം അതിന്. അതിൽ 2 ഡിജിറ്റ്സ് വേണമെങ്കിൽ ഡെസിമൽ പോയിന്റ് ശേഷം. ഇവിടെ നമ്മൾ ആദ്യം 3 ലെങ്ത് ഉപയോഗിച്ചു, ആൻഡ് ഒരു ഡിജിറ്റ് മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ, പോയിന്റ് ശേഷം ഡെസിമൽ പോയിന്റ് ശേഷം ഉപയോഗിച്ചിട്ടുള്ളൂ. മാക്സിമം ആണ് ഇവിടെ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഒരു കാര്യം വേർകാർ നമ്മൾ അസൈൻമെന്റ് കൊടുക്കുമ്പോൾ അത് സിംഗിൾ കൊട്ടേഷന്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ, നേരത്തെ പറയാൻ പറ്റും. ദെൻ ഈ ബിഗിനുള്ളത് ബോഡിന്റെ അകത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, റേസ് നോട്ടീസ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാനുള്ളതാണ്. ദെൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് നിങ്ങൾക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ പെർസെന്റേജ്, ഒരു സ്പേസ് ഇട്ട് പെർസെന്റേജ്, ഒരു സ്പേസ് ഇട്ട് പെർസെന്റേജ്, ഹാസ് ബീൻ പെയ്ഡ് പെർസെന്റേജ് $. കൗണ്ടർ എന്നാൽ 1. ഫസ്റ്റ് നെയിം, ഈ രണ്ടാമത്തെ പെർസെന്റേജ് എന്ത് പോകും, ജോൺ. ഒരു ദെൻ പെർസെന്റേജ്, മൂന്നാമത്തെ പെർസെന്റേജ് എന്താ പോകുക, ലാസ്റ്റ് നെയിം. സോ 1 ജോൺ ഡ്യൂ ഹാസ് പെയ്ഡ് പെർസെന്റേജ് USD 20 പോയിന്റ്. ഇവിടെ പേയ്മെന്റ് ആണ് കൊടുത്തത്, പേയ്മെന്റിന്റെ വാല്യൂ 20.5 ആണ്, 20.5 USD. ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് 1 ജോൺ ഡ്യൂ ഹാസ് പെയ്ഡ് $20.5. ഇങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗം നമ്മൾ സാധാരണ ന്യൂമറിക് ആണെങ്കിൽ, ഇപ്പം C പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അതിൽ ഇന്റിജർ ആണെങ്കിൽ പെർസെന്റേജ് E കൊടുക്കും, അല്ലെ, ക്യാരക്ടർ ആണെങ്കിൽ പെർസെന്റേജ് C കൊടുക്കും, ഫ്ലോട്ട് ആണെങ്കിൽ പെർസെന്റേജ് F കൊടുക്കും. ഇവിടെ അങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എന്താണോ ഔട്ട്പുട്ട് വരുന്നത് ജസ്റ്റ് പെർസെന്റേജ് മാത്രം കൊടുക്കുക. എന്നിട്ട് ആ വേരിയബിളിന്റെ നെയിം നമ്മൾ ഈ ഒരു കോമ ഇട്ടതിന് ശേഷം ആ ഓർഡറിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവസാനം ഇതെല്ലാം ഒരു സെമിക്കോളൻ ഇട്ട് എക്സിറ്റ് ചെയ്യണം. ദെൻ എൻഡ്. ഓക്കെ ആണ് വിചാരിക്കുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ എങ്ങനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാവും. ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് 1 ജോൺ ഡ്യൂ ഹാസ് ബീൻ പെയ്ഡ് $20.5. ഇങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരിക. ഈ മെത്തേഡ് ഒന്ന് ഓർത്ത് വെക്കാൻ നമുക്ക് പ്രോഗ്രാമിംഗിൽ ആവശ്യമുണ്ട്. ദെൻ ഈ PL/MySQL കോൺസ്റ്റന്റ്സ് എന്താണെന്ന് പറയാം. കോൺസ്റ്റന്റ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ, കോൺസ്റ്റന്റ് മീൻസ്
അതിന്റെ വാല്യൂ എന്ത് ചെയ്യില്ല, ത്രൂ ഔട്ട് പ്രോഗ്രാം ചേഞ്ച് ചെയ്യില്ല. വേരിയബിൾ ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ത് ചെയ്യും, പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ അത് എന്ത് ചെയ്യില്ല, അതിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അപ്പം unlike variables, the value of a constant cannot be changed once they are initialized. അതിന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, അതിന്റെ വാല്യൂ ഒരിക്കലും ആ പ്രോഗ്രാമിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ ഒരു എറർ കാണിക്കും. ഓക്കെ, വേരിയബിൾ നമുക്ക് ചേഞ്ച് ചെയ്യാം, കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. ഒരു കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. കോൺസ്റ്റന്റ് നെയിം, കോൺസ്റ്റന്റ് പേര് കൊടുക്കാൻ നിങ്ങൾ ദെൻ കോൺസ്റ്റന്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക. ഓക്കെ, കോൺസ്റ്റന്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക. ദെൻ അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണോ അത് കൊടുക്കുക. ദെൻ ഇനീഷ്യലൈസേഷൻ ഇത് കൊടുക്കുക. അപ്പൊ ഇവിടെ വേരിയബിൾ ഡിക്ലറേഷനിൽ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ അല്ലെ. കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് എന്നുള്ള കീവേഡ് അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇങ്ങനെ കീവേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ കൊടുക്കുന്ന വേരിയബിൾ നെയിം അല്ലെങ്കിൽ വേരിയബിൾ എന്തായിരിക്കും, ആ പ്രോഗ്രാമിലെ എൻ്റയർ പ്രോഗ്രാമിൽ അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പം ഡിക്ലറേഷൻ എല്ലാം നോക്കുക. കോൺസ്റ്റന്റ് നെയിം ഒരു കോൺസ്റ്റന്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക. ദെൻ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക വാല്യൂ. ഈ ഇവിടെ നമ്മൾ കൊടുക്കുന്ന അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. എന്തെങ്കിലും ചേഞ്ചിങ് ശ്രമിച്ചാൽ അത് എറർ മെസ്സേജ് കാണിക്കുകയും ചെയ്യും PLPGSQL പ്രോഗ്രാമിൽ. സോ ഫസ്റ്റ് സ്പെസിഫൈ ദ കോൺസ്റ്റന്റ് നെയിം കൊടുക്കുക. ബൈ കൺവെൻഷൻ ഇറ്റ് ഈസ് എ അപ്പർ കേസ് ഫോം സച്ച് ആസ് VAT ആൻഡ് ഡിസ്കൗണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പർ കേസ് കൊടുക്കാവുന്നതാണ്. Then second, put a constant keyword and specify the data type that the constant is associated with. രണ്ടാമത്തെ ഭാഗം കോൺസ്റ്റന്റ് എന്നുള്ള ഒരു കീവേഡ് നിങ്ങൾ കൊടുക്കണം. അത് കോൺസ്റ്റന്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. Then third, initialize the value for the constant. അതിന് മുമ്പ് നിങ്ങൾ ഡാറ്റ ടൈപ്പും കൂടെ സ്പെസിഫൈ ചെയ്യണം. Then initialize the value for the constant. കോൺസ്റ്റന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. ആ വാല്യൂ ആയിരിക്കും ത്രൂ ഔട്ട് ഈ പ്രോഗ്രാമിൽ ഈ കൊടുക്കുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഡു ഡിക്ലെയർ VAT എന്നുള്ളൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. VAT കോൺസ്റ്റന്റ് എന്റെ ഡാറ്റ ടൈപ്പ് ന്യൂമറിക് ഈക്വൽ ടു 0.1. നെറ്റ് പ്രൈസ് രണ്ടാമത്തെ ഒരു വേരിയബിൾ ആയിട്ടാണ് രണ്ടാമത്തെ ഡിക്ലെയർ ചെയ്തത്. നെറ്റ് പ്രൈസ് അവിടെ കോൺസ്റ്റന്റ് ഉള്ള കീവേഡ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് വേരിയബിൾ ആയിരിക്കും. അതിന്റെ ഡാറ്റ ടൈപ്പ് ന്യൂമറിക് തന്നെയാണ്. അതിന്റെ വാല്യൂ 20.5 ആയി കൊടുക്കും. പ്രൈസ് നോട്ടീസ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് പെർസെന്റേജ് നെറ്റ് പ്രൈസ് കോമ പെർസെന്റേജ് ആണ്. എന്താണ് സിംഗിൾ നോട്ടേഷൻ ക്ലോസ് ചെയ്തു കോമ നെറ്റ് പ്രൈസ് സ്റ്റാർ 1 പ്ലസ് VAT. അതൊരു കാൽക്കുലേഷൻ അവിടെ നമുക്ക് ഇവിടെ ഒരു കാൽക്കുലേഷൻ നമ്മൾ ഇവിടെ ചെയ്യിക്കുന്നുണ്ട്. നമ്മൾ സീലൊക്കെ ചെയ്ത പോലെ തന്നെയാണ്. ആൻഡ് സി അപ്പോൾ അതിന് ഔട്ട്പുട്ട് ആയി വരുന്നത് സെല്ലിംഗ് പ്രൈസ് ഈസ് 22.5. നെറ്റ് പ്രൈസ് അതായത് 20.5 ഇൻറ്റു ഇവിടെ 1 പ്ലസ് 1.1 ഇൻറ്റു 20.5 മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് ആണ് ഇവിടെ പ്രിന്റ് ചെയ്ത് 22.5 ആയിട്ടുള്ളത്. നമ്മൾ കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റിലെ കീവേഡ് ഉപയോഗിക്കണം. വേരിയബിൾ ആകുമ്പോൾ വേരിയബിളിന് ജസ്റ്റ് ആ കോൺസ്റ്റന്റിലെ കീവേഡ് ഒഴിവാക്കുന്നത് എന്തായാലും വേരിയബിൾ ആവും. ഇവിടെ ഈ എക്സാമ്പിൾ രണ്ടും ഡിക്ലെയർ ചെയ്യുന്നത് ഒന്ന് കോൺസ്റ്റന്റ് VAT ഉള്ളത് കോൺസ്റ്റന്റ് ആണ്, നെറ്റ് പ്രൈസ് എന്നുള്ളത് ന്യൂമറിക് ആണ്. സോ ഒരു എക്സാമ്പിൾ ആണ്. നൗ ഇഫ് യു ട്രൈ ടു ചേഞ്ച് ദ വാല്യൂ ഓഫ് എ കോൺസ്റ്റന്റ്, നമ്മൾ വാല്യൂ കോൺസ്റ്റന്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഒരു പ്രോഗ്രാം കാണാം. നേരത്തെ പ്രോഗ്രാം തന്നെയാണ്. കോൺസ്റ്റന്റ് ന്യൂമറിക് 1 ആക്കി എടുത്തു. നെറ്റ് പ്രൈസ് ഉള്ള വേരിയബിൾ ആണ് ന്യൂമറിക് 20.5. പ്രൈസ് നോട്ടീസ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് നെറ്റ് പ്രൈസ് സ്റ്റാർ നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ നടത്തി. ദെൻ VAT ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു, പുതിയ വാല്യൂ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കും. നേരത്തെ 0.1 ആയിരുന്നു, ഇവിടെ എന്താക്കി കൊടുത്തു 0.05 ആക്കി കൊടുത്തു. അപ്പൊ ഇവിടെ VAT കോൺസ്റ്റന്റ് ആയി നമ്മൾ കൊടുത്തു. അതിന് ഓൾറെഡി നമ്മൾ അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്, ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ബൈ റൂൾ ഈ പ്രോഗ്രാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അത് കോൺസ്റ്റന്റ് ആവും. പക്ഷെ ഇവിടെ ഈ ഒരു ലൈനിൽ ഞാൻ എന്ത് ചെയ്തു, വാറ്റിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കും. എൻഡ് സി ദെൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ എറർ മെസ്സേജ്. അതായത് എന്തായിരിക്കും, VAT ഈസ് ഡിക്ലെയർ ആസ് കോൺസ്റ്റന്റ്. അപ്പം VAT ഡിക്ലെയർ ചെയ്ത് കോൺസ്റ്റന്റ് ആയിട്ടാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവിടെ എറർ മെസ്സേജ് കിട്ടും. അപ്പം ഒരു കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ PLSQL പ്രോഗ്രാമിൽ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിന്റെ വാല്യൂ പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ ഇനിഷ്യലൈസ് ചെയ്താൽ ആ വാല്യൂ ത്രൂ ഔട്ട് പ്രോഗ്രാമിൽ നമ്മൾ അതന്നെ ഉപയോഗിക്കണം. അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ചെറിയ ടോപ്പിക്കാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തത് PLPGSQL നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ് ആൻഡ് കോൺസ്റ്റന്റ്. ഡാറ്റ ടൈപ്പുകൾ എന്ന് പറഞ്ഞാൽ ഏത് ഡാറ്റയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ 4 ഡാറ്റ ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ട് വിചാരിക്കുന്നു അല്ലെ. ഇൻഡിജർ ഡാറ്റ ടൈപ്പ്, ടെമ്പറൽ ഡാറ്റ ടൈപ്പ്,
then date, temporarily നമുക്ക് ഡേറ്റ് വരും, ടൈം സ്റ്റാമ്പ് വരും, ടൈം വരും, ഇങ്ങനത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ വേരിയബിൾസ് എന്താണെന്ന് പറഞ്ഞു. വേരിയബിൾസ് എന്നാൽ ത്രൂ ഔട്ട് പ്രോഗ്രാമിൽ നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യേണ്ടതെങ്ങനെയാണ് നമുക്ക് വേരിയബിൾസ് എന്ന് കൊടുക്കുക, അത് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലെ. വേരിയബിൾ നെയിം, ഡാറ്റ ടൈപ്പ്, ഇനി അസൈൻമെന്റ് ഉണ്ടെങ്കിൽ അസൈൻമെന്റ് ചെയ്ത് കൊടുക്കാം. അത് ഡിക്ലറേഷൻ ഭാഗത്താണ് വരിക ഈ പ്രോഗ്രാമിംഗിൽ. അത് നമുക്ക് ത്രൂ ഔട്ട് പ്രോഗ്രാം വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ കോൺസ്റ്റന്റ് എന്താണെന്ന് പറഞ്ഞു. കോൺസ്റ്റന്റ് ഉള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യും. കോൺസ്റ്റന്റ് ഒരിക്കൽ ഡിക്ലെയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.